ചേച്ചിയോട് നമുക്ക് ഈ നെയ്ത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ചേച്ചി എത്ര വർഷമായിട്ട് നെയ്യുന്നുണ്ട്? 30 വർഷമായിട്ട് നെയ്യുന്നുണ്ട്. 30 വർഷമായിട്ട് ഇവിടെ തന്നെയാണോ നെയ്യുന്നത്? ഈ നെയ്ത്തിനകത്തുള്ള രസകരമായ കാര്യം എന്താണെന്നൊന്ന് പറയാമോ? ഇത് നമുക്ക് പിന്നെ ശരീരത്തിന് നല്ല വ്യായാമം കിട്ടും. അതായത് നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ, കണ്ണും മനസ്സും ശരീരം കയ്യും കാലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു ജോലിയാണ്. അതെ, നമുക്ക് നല്ല സന്തോഷമാണ്. നല്ല സന്തോഷമാണ് നെയ്യുമ്പോ. ഓക്കെ, നെയ്യുമ്പോ തുണി കാണുമ്പോ നമുക്ക് നല്ല സന്തോഷമാണ്. ജോലി ചെയ്യാൻ തന്നെ സന്തോഷം. നെയ്ത് കഴിഞ്ഞ തുണി കാണുമ്പോൾ ആ നെയ്ത്തുകാര് നെയ്തതിന് ശേഷം തങ്ങൾ നെയ്ത ആ തുണി കാണുമ്പോൾ വളരെ സന്തോഷമാണെന്നാണ് ശ്യാമള ചേച്ചി പറയുന്നത്. പിന്നെ ഇവിടെ 10 പേരേ ഉള്ളൂ ഇപ്പൊ നെയ്യാനായിട്ട്. 10 പേരുണ്ടല്ലേ? 10 പേരുണ്ട്. ഓക്കെ, 10 പേരും വരുന്നുണ്ടോ? 10 പേരും എല്ലാ ദിവസവും ഒന്നും വരികയില്ല. അവർക്ക് തന്നെ ഇതുപോലെ ആരോഗ്യം വേണമെന്നൊന്നും അവർക്ക് താല്പര്യമില്ലേ? ആരോഗ്യം വേണമെന്നല്ല, അവർക്ക് പിന്നെ ബസ്സിന് വരുന്നവർക്ക് പൈസ ഇവിടെ എന്നും പൈസ കിട്ടത്തില്ല. ഇത് നെയ്ത് കൊടുത്തെങ്കിലേ പൈസ കിട്ടത്തുള്ളൂ. ഓക്കെ, തുണി അളന്ന് കൊണ്ടുപോയി കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് തന്നെ പൈസ കയറുക. ഓക്കെ, അങ്ങനെ പൈസ കിട്ടത്തുള്ളൂ. അന്നേരം ഇവിടെ നേരത്തെ ഉള്ള ആൾക്കാരൊക്കെ നല്ലതായിട്ട് എന്നൊക്കെ തുണികളാണ് ഇവിടെ നെയ്യുന്നത്? ഇപ്പൊ നെയ്യുന്നത് ഷർട്ട് പീസ് മാത്രമേ ഉള്ളൂ ഇപ്പൊ. നേരത്തെ ബെഡ്ഷീറ്റ്, സാരിയൊക്കെ നെയ്യുമായിരുന്നോ? സാരി ഉണ്ടായിരുന്നു, കവണി ഉണ്ടായിരുന്നു, തോർത്ത് നമ്മള് കുളിച്ചിട്ട് തോർത്തുന്ന തോർത്ത്, പിന്നെ ഈ കാവി മുണ്ട് നെയ്തോണ്ടിരുന്നു. പിന്നെ പ്രിന്റ് ചെയ്യുന്ന വേറൊരു ഗാഡാ പീസ്. പ്രിന്റ് ചെയ്യുന്ന ഗാഡാ പീസും ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല, ചേച്ചി മാത്രമേ ഇപ്പൊ നെയ്യുന്നുള്ളൂ. ഇപ്പൊ ഞാൻ മാത്രമാണ് നെയ്ത് വരുന്നത്. ഇവിടെ പുതിയതായിട്ട് ഈ കെട്ടിടം ഒന്ന് പുതുക്കി പണിത്. ഓക്കെ, വെരി ഗുഡ്. ഉദ്ഘാടനം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ട്രെയിനിങ് വെക്കുന്നുണ്ട്. ആ ട്രെയിനിങ്ങിൽ കുറച്ച് പേര് പങ്കെടുക്കാൻ നെയ്ത്തിനായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ പുതിയ തലമുറയോട് ചേച്ചിക്ക് പറയാനുള്ള കാര്യം എന്നതാണ്? പുതിയ തലമുറയോട് നല്ലൊരു ജോലിയാണിത്. നല്ല ജോലിയാണ്, നല്ലൊരു ജോലിയാണ്, നല്ല അഭിമാനമുള്ള ഒരു ജോലിയാണ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ നമ്മള് പുറത്ത് തൊഴിലുറപ്പിനൊക്കെ പോകുന്നതിനേക്കാളും ബെറ്റർ ആയ ജോലിയായത് ആണല്ലേ? അതെ. നമുക്ക് എവിടെ പോകണമെങ്കിൽ ഏത് സമയത്തും ഇതിനകത്തൊന്ന് പോകാം. പോകാന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ചീഞ്ഞു പോകുന്ന സാധനമൊന്നും അല്ല, നാളത്തേക്ക് മാറ്റി വെച്ചാൽ ദോഷമൊന്നും ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും എവിടെയെങ്കിലും പോകണമെന്ന് പോയിട്ട് വന്നിട്ട് പിന്നെ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ഇല്ലേ പിറ്റേ ദിവസമാണെങ്കിലും ആ ജോലി ചെയ്യാം. ഒരു ദിവസം എത്ര മീറ്റർ വരെയൊക്കെ തുണി നെയ്യുമായിരിക്കും? ഞാൻ 8 മീറ്റർ വരെ ചെയ്തിട്ടുണ്ട്. 8 മീറ്റർ വരെ നമ്മുടെ ശ്യാമള ചേച്ചി നെയ്യുമെന്നാണ് പറയുന്നത്. ഒരു ദിവസം 8 മീറ്റർ തുണി നെയ്യും. പിന്നെ നമ്മുടെ ഈ സാധനത്തിന്റെ ഒക്കെ തറിയുടെ എല്ലാം നൽപ്പ് പോലെ ഇരിക്കും കൂടുതൽ ചെയ്യണമെങ്കിൽ. ഇതൊക്കെ നല്ല തറിയല്ലേ? അതൊക്കെ നല്ല തറിയാ. ഓക്കെ, ഇതിനെ ഈ തറിയിലെ ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ കണ്ടമാനം ഇട്ടതാണ്. ഇത് കുറച്ചു പേര് പഠിക്കാൻ വന്നപ്പോഴത്തേക്ക് ഇവരിങ്ങനെ കോർത്തിട്ട് അങ്ങനെ ഇട്ടു പോയതായിരുന്നു. ഇതെല്ലാം കോർക്കണം അല്ലേ? ഇതെല്ലാം കോർക്കണം. ഓക്കെ, അന്നേരം മടിയുള്ളവരെ കൊണ്ട് പറ്റിയ പണിയല്ല ഇത്. ഇതിനെല്ലാം മനസ്സ്. മടി പറ്റത്തില്ല ഈ പണിക്ക്, മനസ്സാണ് വേണ്ടിയെന്നാണ് ശ്യാമള ചേച്ചി പറയുന്നത്. മനസ്സാണ്. അതെ, ഒരു ജോലി ചെയ്യാൻ ഏത് ജോലിക്കും നമുക്കൊരു താല്പര്യം ഉണ്ടല്ലോ. അതെ, ക്ഷമ ഏറ്റവും അത്യാവശ്യപ്പെട്ട. ഈ നെയ്ത്തിന് ക്ഷമ അത്യാവശ്യം അല്ലേ? അതിന് അങ്ങനെ പറഞ്ഞു, ക്ഷമ അത്യാവശ്യമാണ്. കുരു പൊട്ടിയാലോ അല്ലെങ്കിൽ ഇതിന്റെ കുരുക്ക് വന്നാലോ അത് എടുക്കാനുള്ള ക്ഷമ വേണം. നൂലല്ലേ? അതെ, കൂടുതൽ കുരുങ്ങും. അതെ, ചില സമയത്ത് എപ്പോഴും കുരുങ്ങത്തൊന്നുമില്ല. എന്നാത്ത ഇപ്പം നെയ്തുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ നൂലും പൊട്ടുന്നില്ല. അന്നേരം ശ്യാമള ചേച്ചി പറയുന്നത് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഈ പണി പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പകുതി വഴി കെട്ടിട്ട് പോകണം. അല്ലാത്തവർക്ക്, അന്നേരം ഇവിടെ വന്നിട്ട് വരാതെ പോയവർക്ക് ആർക്ക് ക്ഷമയില്ലെന്നാണോ പറയുന്നത്? ഇല്ലാഞ്ഞിട്ടായിരിക്കും അവർക്ക്. പിന്നെ വണ്ടിക്കൂലിക്ക് സ്ഥിരം ദിവസവും പൈസ കൊടുക്കാൻ ഈ സ്ഥാപനത്തിലില്ല. അഥവാ പൈസ കൊടുത്താലും ക്ഷമയില്ല, എന്നാ എടുക്കും? ക്ഷമയില്ല, ജോലി നടക്കത്തില്ല. അത് തന്നെ കാര്യം. അന്നേരം ഈ ദേശത്ത് ഏറ്റവും ക്ഷമയുള്ള വ്യക്തിയായിട്ട് നമുക്ക് ഈ ശ്യാമള ചേച്ചിയെ അംഗീകരിക്കാം അല്ലേ? എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക. നമുക്ക് നാളെ അടുത്ത ദിവസങ്ങളിൽ ശ്യാമള ചേച്ചിയെ നിങ്ങളുടെ ലൈക്കുകളൊക്കെ കൊണ്ടുപോയി കാണിക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു, നിങ്ങൾ ഷെയർ ചെയ്യുന്നു ഒക്കെ ശ്യാമള ചേച്ചിയെ കാണിക്കണം. എന്നാന്ന് വെച്ചാൽ നല്ലൊരു നെയ്ത്തുകാരിയാണ് ശ്യാമള ചേച്ചി. 30 വർഷമായിട്ട് ഈ ദേശത്ത് ഇങ്ങനെ തുണി നെയ്യുന്ന ആളാണ്. ഈ കാലഘട്ടത്തിൽ ഈ നെയ്ത്തെന്ന് പറയുന്ന ഈ പരമ്പരാഗത തൊഴിൽ
നാമാവശേഷമായിക്കൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ശ്യാമള ചേച്ചിയെപ്പോലെയുള്ള ക്ഷമാശീലരായ നെയ്ത്തുകാരാണ് ഈ പരമ്പരാഗത തൊഴിലിന് അഭിമാനവും ആവശ്യവുമായിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രത്യേക വീഡിയോ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ഈ എപ്പിസോഡ് പ്രിയ ശ്യാമള ചേച്ചിയെപ്പോലെയുള്ള അനേക നെയ്ത്തുകാരുടെ വേണ്ടിയാണ് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് അവരുടെ കഷ്ടപ്പാടിൻ്റെയും ക്ഷമാശീലത്തിൻ്റെയും മുമ്പിൽ ഞാനിത് സമർപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഇത് പാവിന് വേണ്ടി ബോബിൻ ചുറ്റുന്നതാണ് ഈ കാണുന്നത്. ഈ നെയ്ത്തിന് വേണ്ടി ഇവിടെ നല്ലി ചുറ്റുന്നത് നമുക്ക് കാണാം. ഇത് കണ്ടോ, റാട്ടെന്ന് പറയുന്ന സാധനം, ഈ സംഭവമാണ് റാട്ട്. ഇത് റാട്ട്. ഇതിൽ അവിടുന്ന് ഇങ്ങനെ നൂല് ചുറ്റും, അതിനുശേഷം ഇങ്ങനെ ഇതണ്ടേ ഇങ്ങനെ കറക്കി വിടുമ്പോൾ നൂല് കണ്ടോ, ഇങ്ങനെയാണ് നല്ലി ചുറ്റുന്നത്. നെയ്ത്തിന് വേണ്ടിയുള്ള ഊടയ്ക്ക് വേണ്ടിയാണ് ഈ നല്ലി ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഊടയെന്ന് പറയും, ഊട. അതിനുവേണ്ടിയാണ് നല്ലി ചുറ്റുന്നത്. ഇംഗ്ലീഷിൽ അതിന് വെഫ്റ്റ് എന്നാണ് പറയുന്നത്. ചേച്ചി നെയ്തോ. ശ്യാമള ചേച്ചി കൈത്തറിയിൽ നെയ്യുന്ന ഇതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് കേരളത്തിൽ നെയ്ത്തുകാരുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ ഇപ്പോൾ തന്നെ ഇത്രയും വർഷങ്ങളായിട്ട് പരിചയമുള്ള ചേച്ചിയാണ്. കൈത്തറിയിൽ നെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നൂലുകളൊക്കെ അവിടെ ഇവിടങ്ങളിലൊക്കെ പൊട്ടിപ്പോയ നൂല് അഡീഷണലായിട്ട് ഇങ്ങനെ കെട്ടി കോർത്തിട്ടിരിക്കുന്ന ഇതൊക്കെ കണ്ടോ. ചെറിയ നൂലുകൾ ചെറിയ നല്ലികളിൽ സെപ്പറേറ്റായിട്ട് കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. ശ്യാമള ചേച്ചി 10-30 വർഷത്തിലധികം കൈത്തറിയിൽ നെയ്തുള്ള പരിചയ സമ്പത്തുമായിട്ടാണ് നെയ്യുന്നത്.